ഇരു കാലുകളും നഷ്ടപ്പെട്ട വാടക വീട്ടിൽ അന്തിയുറങ്ങുന്ന നിർധന യുവതിക്കും കുടുംബത്തിനും വാസയോഗ്യമായ ഭവനമൊരുക്കി റോട്ടറി ക്ലബിന്റെ കൈത്താങ്ങ്. റോട്ടറി ക്ലബ് ഓഫ് വൈക്കം ലേക്ക് സിറ്റിയുടെയും ജെന്റിൽമാൻ ചിട്ടി ഫണ്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പൈലുങ്ക സ്വദേശിയായ മഞ്ജുവിന് വീട് നിർമ്മിച്ചു നൽകുന്നത്. റോട്ടറി ക്ലബിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി ക്ലബ് അംഗങ്ങൾ ചേർന്ന് മറവൻതുരുത്ത് പഞ്ചായത്തിലെ 4ാം വാർഡിൽ റോഡരികിൽ വാങ്ങിയ നൽകിയ 3.5 സെന്റ് സ്ഥലത്ത് ജെന്റിൽമാൻ ചിട്ടി ഫണ്ടിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഭവനമൊരുക്കുന്നത്. GLC രോഗം വന്ന കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ കഴിയുന്നതിനിടെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് യുവതിയുടെ ഇരുകാലുകളും 3 വർഷം മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റിയിരുന്നു. ഇപ്പോൾ കൃത്രിമ കാലുകളുടെ സഹായത്തോടെ സുമനസുകൾ വാങ്ങി നൽകിയ മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിച്ച് ചെറിയ ജോലികൾ ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭവനത്തിന്റെ കല്ലിടിയിൽ കർമ്മം മാനേജിംഗ് ഡയറക്ടറും റോട്ടറി ക്ലബ് അംഗവുമായ ബാബു കേശവനും റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ EK ലൂക്കും ചേർന്ന് നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മിനി ജോണി, സെക്രട്ടറി G ശ്രീഹരി, മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രീതി, റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ബൈജു മാണി, ലക്ഷ്മി രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ നല്ല സർവീസിലൂടെയും പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരുടെയൊക്കെ കണ്ണീരൊപ്പാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിട്ടിയിലൂടെ സേവനം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിട്ടി കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് സേവനം ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാക്സിമം പബ്ലിക്കിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാരനാണ് ചിറ്റ് ഫണ്ടിലേക്ക് കൂടുതൽ ആൾക്കാർ ചേരുന്നത്. സാധാരണക്കാരാണ്, അവർക്കാണ് നമ്മുടെ ചിട്ടി ഫണ്ടിനെ കൂടുതൽ ആശ്രയിക്കുന്നത്. എന്നുവെച്ചാൽ ബാങ്കിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചിറ്റ് ഫണ്ട് ആണ് ഇവർക്കൊരു ആശ്രയമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 25 വർഷം പൂർത്തിയാക്കി. 25 വർഷത്തെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രസ് കോൺഫറൻസ് നടത്തി എറണാകുളത്ത് വെച്ച്. അന്ന് അനൗൺസ് ചെയ്തു 10 വീടുകൾ നിർധനരായ പാവപ്പെട്ട ആൾക്കാർക്ക് ജെന്റിൽമാൻ ചിറ്റ് ഫണ്ട്സ് 10 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ വീട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് മറവൻതുരുത്ത് നിന്ന് എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അവസരം തന്നതിൽ നന്ദി പറയുന്നു. കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മഞ്ജുവും കുടുംബവും ഇവിടെ നമ്മുടെ 15ാം വാർഡിലാണ് താമസം. ഒരു വാടക വീട്ടിലായിരുന്നു താമസം ആരംഭിച്ചത്. നമ്മളവിടെ വൈകിയാണ് അറിഞ്ഞത് മഞ്ജുവിന് ഇതുപോലുള്ളൊരു രോഗമുണ്ടെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ആശമാർ വന്ന് നമ്മുടെ പഞ്ചായത്തിൽ വിവരം അറിയിക്കുകയും നമ്മൾ ഉടൻ തന്നെ മഞ്ജുവിനെ നമ്മുടെ നാട്ടുകാരുടെ അടക്കം സഹകരണത്തോടെ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ മറവൻതുരുത്ത് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസം ആരംഭിച്ചത്. അതിൽ MEG ഗ്രൂപ്പിനും വളരെ വലിയൊരു പങ്കാണ് വഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുടുംബശ്രീ അടക്കമുള്ള പഞ്ചായത്തിൻ്റെ എല്ലാം നല്ലവരായ നാട്ടുകാരുടെ വലിയൊരു സഹകരണത്തോടെയാണ് ഇന്നുവരെ നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികളടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.